എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് ആണ്. അതായത് വേറൊന്നുമല്ല, ഞങ്ങൾ എടത്വാപ്പള്ളി വരെ പോവുകയാണേ. ഇന്നത്തെ വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളും ഞങ്ങൾ പോകുന്നതും ഒക്കെ കാണാവേ. അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ ഇവിടുന്ന് ബസ് 6 മണിക്ക്, ഏകദേശം 6 മണിക്ക് ബസ്സുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളെങ്കിലും പക്ഷേ ഡയറക്റ്റ് ബസ്സില്ലാത്ത കാരണം തിരുവല്ല വഴിയാണ് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്യുന്നത്. ഭൂരിഭാഗം ആൾക്കാർക്കും അറിയത്തില്ലേ എടത്വപ്പള്ളി, പിന്നെ ഗീവർഗീസ് സഹത. ഇപ്പം ഗീവർഗീസ് സഹതയുടെ പെരുന്നാൾ നടക്കുകയാണ്. അപ്പം പെരുന്നാളിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വേണ്ടേ, നമ്മുടെ റോഡൊക്കെ കുത്തിപ്പൊളിച്ചിട്ടേക്കാണ്. ഞങ്ങൾ പള്ളിയുടെ അടുത്തെത്തി. അച്ചാച്ചി പള്ളിയിൽ നിൽപ്പുണ്ട്. ഇതേ ഞങ്ങളുടെ മാതാവിൻ്റെ നടയാണിത്. അച്ചാച്ചി ഇവിടെ നിൽപ്പുണ്ട്. അച്ചാച്ചിക്ക് പള്ളിയിലെ ലൈറ്റ് ഓഫ് ചെയ്യണമായിരുന്നു. അതിനാണ് ഇങ്ങോട്ട് 5:30 ആയപ്പോൾ ഓഫ് ചെയ്യണം. അതിനാണ് അച്ചാച്ചി നേരത്തെ ഇറങ്ങിയത്. ഇവിടെ നിൽപ്പുണ്ട്. അച്ചാച്ചി കൂട്ടിക്കൊണ്ടിട്ട് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോവാണേ. നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിലോട്ട് നിൽക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നടക്കുവാണ്. കുറച്ച് ദൂരമുണ്ട്. ഒരു 1.5 കിലോമീറ്ററുകളുണ്ട് റോഡിലോട്ട്. അപ്പോൾ റോഡിൽ ചെന്നാൽ ബസ് കിട്ടും, അല്ലെങ്കിൽ ഓട്ടോ കിട്ടും. നമ്മളൊരു ഓട്ടോയും മെയിനായിട്ട് നോക്കുന്നുണ്ട്. ഒരു 5:45, 6 മണിക്ക് ഒരു ഓട്ടോ നീരേറ്റുപുറത്തിനുണ്ടെന്ന് പറയുന്നു, വെളിയനായിട്ടൊന്ന്. ആ ഓട്ടോയാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ 5:45 ഒരു തിരുവല്ല ബസ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് രണ്ടും ഇതിലേതെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് നേരെ എടത്വാപ്പള്ളിയിലോട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ നമ്മളിതാ നേരെ അങ്ങോട്ട് പോവുകയാണേ. 5:30, 5:45 ആയിട്ടുണ്ടെങ്കിൽ നേരം വെളുത്ത് തുടങ്ങുന്നുണ്ടേ. ഇത് ഞങ്ങൾ വേണ്ട ബസ് കയറുന്നിടത്ത് വന്ന് നിൽക്കുകയാണ്. ഇത് കിടങ്ങാപ്പാലത്തിൻ്റെ കയറുന്ന ഭാഗമാണ്. ആലപ്പുഴയ്ക്ക് പോകുന്ന ബസ് കിട്ടും ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു 5:30, 5:45 ആയപ്പോഴത്തേക്കും ഉള്ള കിടങ്ങറയിലെ ആ ഒരു എന്താ പറയുക, ഭംഗി കണ്ട. നിറയെ കാക്കകളൊക്കെ ആ മരത്തിൽ. നിറയെ കാക്കകളാട്ടോ, നോക്കി സൂക്ഷിച്ചു നോക്കി. കാക്കകളുടെ സൗണ്ട് കേട്ടോ. ഏകദേശം 6 മണിയായിട്ട് ഞങ്ങൾക്ക് ബസ്സോ വണ്ടിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെയും വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം കൂടെ നോക്കാമെന്ന് ഓർത്ത്. ഈ ഒരു സാധനം രണ്ട് നടപ്പാതയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് നടക്കാനും വേണ്ട, അതുവഴി പോകാനും പറ്റത്തില്ല. ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുമില്ല. ഇങ്ങനെ നേരം വെളുത്തു കേട്ടോ. പക്ഷെ എന്നിട്ട് നമുക്ക് ബസ്സോ ഓട്ടോയോ ഒന്നും കിട്ടിയില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ആണേ. നോക്കാം. നേരം വെളുക്കുമ്പോൾ ഉള്ള കിടങ്ങറാപ്പാലത്തിൻ്റെ ആ ഒരു വ്യൂ കണ്ടോ, എന്ത് ഭംഗിയാണ് അല്ലേ. ഒരു വണ്ടി വരുന്നുണ്ട്. അത് ചങ്ങനാശ്ശേരി വണ്ടിയായിരുന്നു. നമുക്ക് നേരിട്ടുള്ള ബസ് കിട്ടണം, അത്രയും നല്ലതല്ലേ. നമ്മൾ വെയിറ്റിംഗ് ആണേ. ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എനിക്കൊന്നും ഇപ്പം വണ്ടിയുണ്ട്. അങ്ങനെ നമുക്ക് ബസ് കിട്ടി ഗായ്സ്. നമ്മൾ നേരെ ചങ്ങനാശ്ശേരിയിലെത്തി. ഇനി നമ്മൾ നേരെ തിരുവല്ലയ്ക്ക് പോകും. തിരുവല്ലയിൽ നിന്ന് അടുത്ത ബസ് പോകും കേട്ടോ. ഇത് തിരുവല്ല സ്റ്റാൻഡാണേ.
ഈ സ്റ്റാൻഡിൻ്റെ ഒരു ശോചനീയ അവസ്ഥയും കൂടെ നോക്കിക്കോളൂ. ഒരു മഴ പെയ്തപ്പോൾ എന്താണ് സ്റ്റാൻഡിന് ഫുള്ള് വെള്ളമാണ്. ഇനി നമുക്ക് ബസ്സെല്ലാം കിട്ടി നമ്മൾ നേരെ ഇനി പള്ളിയിലോട്ട്. നമ്മൾ പള്ളിയുടെ അവിടെ ഇറങ്ങിയപ്പോൾ ചച്ചി അമ്മച്ചിക്ക് കാലിച്ചായ കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ. നിറയെ ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഇച്ചിരി നേർച്ചയൊക്കെ ചെയ്യണം, പള്ളിക്കകത്ത് കയറണം, കുർബാന കാണണം. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. നമുക്ക് ആദ്യം തിരി കത്തിക്കണം, പിന്നെ എണ്ണ മേടിച്ചിട്ട് ഈ കുരിശടിയിൽ ഒഴിച്ചിട്ട് ഇത്തിരി എണ്ണ തിരിച്ചെടുക്കണം. ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി നേർച്ചയെല്ലാം ഇട്ടു, തിരിയെല്ലാം കത്തിച്ചു. എന്നിട്ട് നമ്മൾ പള്ളിക്കകത്ത് കയറി നമുക്കൊരു മുഴുവൻ കുർബാനയും നോവേനയൊക്കെ കിട്ടി. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ലേലം വിളിയൊക്കെ കണ്ടു. പൊന്നൂന് ചെറിയൊരു സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിപ്പം തന്നെ തിരിച്ച് ബസ്സുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.